52-ാം ദിവസം രാവിലെ 10:45. ഈ ഗെയിമിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് കളിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പൊളിക്കാൻ വേണ്ടി കയറിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് പറയാമല്ലോ. എന്തായാലും ഇപ്പം ഞാൻ പറയാം, അനീഷയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്രൂവായി കിട്ടിയാൽ പുള്ളിക്ക് ഒരു ഗ്യാരണ്ടി. ഷാനവാസൊക്കെ എന്ത് കാണിക്കുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ചാൻസ് ഉണ്ട് കിട്ടാൻ, പക്ഷെ അന്ന് ആ ലാസ്റ്റ് മറ്റേ കോയിൻ തന്നില്ല. ഇന്ന് ബോട്ടിലെടുക്കാൻ പോകുന്നത് പിന്നെ എല്ലാവരും എടുത്തിട്ടെ നീ ഞാനിവിടെ അക്ബറിനെ പോട്ടു. ഞാനത് മനസ്സിൽ ഓർത്ത് ആദ്യം നീ ഞാനും കൂടി അക്ബറിനെ പോട്ടു. അവനൊന്നും കിട്ടരുത്, ബാക്കിയുള്ളവരെടുത്തോട്ടെ. അവനെ പൂട്ടിക്കളയാ. ആര്യനൊന്നും കിട്ടരുത്, അവനെ പൂട്ടിക്കളയാ. ഇവരെടുത്തോട്ട് നീ മാറ്റി വെച്ചാൽ മതി. നമ്മ രണ്ടും കൂടെ അവനെ പൂട്ടാം. വേറെ ആരുമില്ല, അവനെ സപ്പോർട്ടായിട്ട് ജിസേല് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൂട്ടുമ്പോ അവൻ നല്ലപോലെ ഡിഫെൻഡ് ചെയ്യണം. ഇടി കിട്ടൂടാ. കുഴപ്പമില്ല, ഞാനിട്ട് ഇടി കിട്ടുന്ന ഇടി കയറും, ഇടി ബോഡി കിട്ടും. അവൻ നല്ലപോലെ ഡിഫെൻഡ് ചെയ്യും. അവൻ്റെ മുട്ട ചെയ്യണ്ടേ, അവന്റെ കളി ഇതാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാനുണ്ടില്ലേ ഇടിയൊന്നും കിട്ടുന്നില്ല. അവന്റെ ഇടി മുട്ടുകാലെ എണ്ണി കയറ്റി അവന്റെ മോന്ത കിട്ടി. പോവല്ലേ. രാവിലെ 11:15. ഞാനെന്താ വിചാരിക്കാൻ അറിയപ്പോ, എന്തായാലും എനിക്ക് നോമിനേഷൻ ഫ്രീ ആയിട്ടുള്ള സാധനം കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ക്യാപ്റ്റൻസിയും കിട്ടാൻ പോകുന്നില്ല. ബിക്കോസ് നോബഡി ഈസ് ഗോയിങ് ടു ഗിവ് മീ. അപ്പം ഞാൻ എന്താ വിചാരിക്കുക വെച്ചാൽ, ഞാൻ എന്തിനാ എൻ്റെ എഫേർട്ട് ഇടുന്നത്? ഇല്ലേ, എനിക്ക് എഫേർട്ട് ഇടാം, മറ്റുള്ളവരുടെ കൊളാക്കാൻ എഫേർട്ട് ഇടാം. എനിക്ക് ഓടാൻ പറ്റൂല. ബിക്കോസ് എനിക്ക് എൻ്റെ ഹെൽത്ത് നോക്കണം. ഞാൻ നോമിനേഷനെ പേടിക്കുന്നില്ല. ലെറ്റ് ഇറ്റ് ബി. അല്ല, കാല് കൊളാക്കരുത്. എനിക്ക് അതേ ഉള്ളൂ. എനിക്ക് കാലിപ്പോഴും നല്ല വേദന ഉണ്ട്. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ തരാം. ഞാൻ ട്രൈ ചെയ്യും, ഓടാൻ ട്രൈ ചെയ്യും. കിട്ടിയില്ലെങ്കിൽ ഐ ജസ്റ്റ് ലീവ് ഇറ്റ്. ദാറ്റ് ഡസന്റ് മീൻ ഞാൻ തിരെ ട്രൈ ചെയ്യൂല എന്നല്ല. ഹെൽത്ത് നോക്കട്ടെ, എനിക്ക് കിട്ടിയ കുപ്പി ഞാൻ തരാം. എന്തിന്? അതൊന്നും വേണ്ട. കുപ്പി ഡസന്റ് മാറ്റർ, ഇറ്റ്സ് ഓക്കെ. ബിക്കോസ് ദർ ഈസ് നോ പോയിന്റ് ഇൻ പ്ലേയിങ് ദിസ് ഗെയിം. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. മനസ്സിലായോ? സം പോയിന്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. ഞാൻ എപ്പോഴും വിചാരിക്കൂ, എന്തൊരു സാധനം വന്നാലും ആര്യൻ, ഷാനവാസ്, അക്ബർ, അനീഷ് ഇവർ മാത്രമേ കളിക്കുന്നുള്ളൂ. വരലില്ല. ഷാനവാസിനെ വിട്ടു. ഷാനവാസ്ക അധികം അങ്ങനെ വരലില്ല, ഇവരെല്ലാവരും ഗ്രഡ്ജ് കാരണം. പക്ഷെ അധികം വരുന്ന അക്ബർ, ആര്യൻ, ജിസേൽ, അനീഷ് ഇല്ലേ, അല്ലെങ്കിൽ ജിഷൻ. വൈകിട്ട് 3:50. നമ്മൾ ഡിസൈഡ് ചെയ്ത് 1-1 വയ്ക്കാം ആണല്ലോ. ഐ വുഡ് ഗിവൻ യു 2 ഓൾസോ. ഐ ഡോണ്ട് കെയർ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കോയിൻ നിനക്ക് തരുവാണെങ്കിൽ നിനക്ക് വേണ്ടിയാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബാക്കിലൊരു പ്ലാൻ പോകുന്നുണ്ട്. ആ പ്ലാനിൽ ഞാൻ ഐ എം നോട്ട് സേയിങ് ഇറ്റ് മൈ ബി റൈറ്റ് ഓർ റോങ്, ബട്ട് ഞാൻ ആകെ ചോദിച്ചൊരു വി ആർ ക്ലോസ്, ഒരു സപ്പോർട്ടിന് വേണ്ടിയല്ലേ ചോദിച്ചുള്ളൂ. മിണ്ടാണ്ടിരിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട. എത്ര വർഷം പറഞ്ഞു മിണ്ടണ്ട. അപ്പം നീ ഹൈപ്പറായപ്പോൾ അനുമോളൊരു കാരണം കിട്ടി. അണ്ടർസ്റ്റാൻഡ് മേ ബി ഐ എം റോങ്. പക്ഷേ നീ ഹൈപ്പറായപ്പോൾ അവൾക്കൊരു കാരണം കിട്ടി. അവൾ ഡിസൈഡ് ചെയ്ത് 2 തരാം. പിന്നെ ഡിസൈഡ് ചെയ്ത് 1 തരും. ഒരെണ്ണത്തരും നമ്മൾ ഹാപ്പി ആയിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇരുന്നാൽ മതിയായിരുന്നു. ഞാനും നീ മാത്രം അവിടെ സംഘർഷം ചെയ്തോളൂ. അപ്പം ഞാൻ അവിടെ മിണ്ടാണ്ട് നിന്നപ്പോൾ നീയും മിണ്ടാണ്ട്. ഐ എം നോട്ട് ബീങ് ഡോമിനന്റ് ആൻഡ് സേയിങ് യു ബി ക്വൈറ്റ്. പക്ഷെ ഐ വാസ് 5-10 മിനിറ്റ് ഞാൻ പറഞ്ഞു ജിസേൽ പ്ലീസ്. ഞാൻ ചെവിയിൽ പറയാം. പക്ഷെ ഞാൻ ഫസ്റ്റ് എങ്ങനെ ചെയ്തു, ഞാനിങ്ങനെ എന്തായാലും ലിവിംഗ് റൂമിൽ വെച്ച് ഇതൊക്കെ ചെയ്യാം. ഇനി ലക്ഷ്മിയോട് പറയണ്ട, നീ ജിസേലിനെ എന്റെ പേര് എന്തിനാ എടുക്കണേ? ഞാൻ പറഞ്ഞു നമ്മുടെ കാര്യം നമ്മൾ സോൾവ് ചെയ്തോളൂ, നീ ഞാൻ പറഞ്ഞു ലക്ഷ്മി നമ്മുടെ കാര്യം നമ്മൾ സോർട്ട് ചെയ്യും, നീ അധികം ഫയർ ഉണ്ടാ. നീ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു ആരെയും നിന്റെ കൊണ്ട് മടുത്തിരിക്കുകയാണ്. എഫക്റ്റ് ആവുന്നത് നമ്മുടെ ബന്ധം വേറെ, ഇവരുടെ ബന്ധം വേറെ. ഇവർ പല പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. ഞാൻ എഫക്റ്റ് ആയോ? ഞാൻ ഒരിക്കലും എഫക്റ്റ് ആവില്ല, ഡോൺ വറി. പക്ഷെ നീ ഒരു കാര്യം പറയണം, ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ചെയ്ത് മിന്നാണ്ടിക്ക് പറയുമ്പോൾ ആ സമയത്ത് നീ മിന്നാണ്ടിരിക്കുമ്പോൾ ഒരു പ്ലാൻ എൻ്റെ മൈൻഡിൽ. ഒരു കോയിൻ കിട്ടിയാൽ മതിയായിരുന്നു, അവിടെ നമുക്ക് കളിക്കായിരുന്നു. പക്ഷെ ഇവര് മാറ്റി ഇവരെ മനസ്സ് അങ്ങനെ ചെയ്യില്ല. അവർക്ക് ഗിൽറ്റി ഫീൽ ചെയ്യിപ്പിക്കണം. അവിടെ തെറ്റാണല്ലോ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാണ്ടിരുന്ന് ഒരു ബ്രെത്ത് എടുത്തിട്ട് ഓക്കെ 1 മതി. അപ്പം എന്ത് ചെയ്യും? അവരെ ഒന്നും കൂടി മാറ്റിയാൽ
ഓക്കെ ഒന്നും വേണ്ട, അങ്ങനെ കളിക്കണം, റിവേഴ്സ് സൈക്കോളജി കളിക്കണം കേട്ടോ. വൈകിട്ട് 4:20. ആർക്കും കിട്ടിയില്ല, എനിക്ക് ആർക്കും കിട്ടാതിരുന്നാൽ കൊടുത്ത് എനിക്ക് അത്ര ഉള്ളൂ. കിട്ടി കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നത്? കളി മാറും, കിട്ടിയവൻ കൊടുക്കൂല, അത്ര ഉള്ളൂ. ഇത് അറിയാൻ മേലാത്തവരാണ് ഈ കളിക്കുന്നത്, എനിക്ക് മനസ്സിലാവും. എന്തായാലും ഇവർ അപ്രൂവ് ആയാലും 1 or 2 അപ്രൂവ് ആവത്തുള്ളൂ. അതിൽ ആ 2 ആർക്ക് കിട്ടിയാലും ഒന്ന് അവർ സ്വന്തമായിട്ട് എടുക്കും, ഒന്ന് അവർക്ക് വേണ്ടപ്പെട്ട ഫേവറേറ്റ്സിന് ആർക്കെങ്കിലും അതിലുണ്ടെങ്കിൽ കൊടുക്കും. ഇത് കാണാനാണോ നമ്മൾ ഈ കളി കളിക്കുന്നത്? ഇത് ആര്യന് കിട്ടിയതെങ്കിൽ ജിസേലിന് ആര്യന് കൊടുത്തതിന് അത്ര ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവരൊരു ടീമാണല്ലേ, പക്ക ടീം. അവര് ടീമാ കളിക്കുന്നത്. എന്താ നീ പറയുന്നത്? എനിക്കറിയാം, ടീമാ കളിക്കുന്നത്. അതിലെ 100 എന്തോ ടീം പോലെ അതുപോലെയാണ്. ശശാനവാസം. വൈകിട്ട് 5:50. വാക്കും പ്രവൃത്തിയും. ഇപ്പോൾ ഒരു സംവാദത്തിനുള്ള സമയമാണ്. ഹൗസ്മേറ്റ്സ് 7 പേരടങ്ങുന്ന ഇരു ടീമുകളായി തിരിയുക. ക്യാപ്റ്റനായ ഒനീലായിരിക്കും ഈ സംവാദത്തിന്റെ മോഡറേറ്ററും വിധികർത്താവും. ആക്ടിവിറ്റി ഏരിയയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന 3 ടോപ്പിക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം സംവാദം നടക്കേണ്ടത്. ബസർ ടു ബസർ സമയത്തിനുള്ളിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ ഉദാഹരണ സഹിതം അവതരിപ്പിച്ചു വേണം സംവാദം നടത്തേണ്ടത്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ടീം എ ജിസേൽ ഠക്രാൽ, ടീം എ ആര്യറാളം, ടീം എ നെവിൻ കപ്രേഷ്യസ് ബോൾഗാട്ടി, ടീം എ സിംഗർ അക്ബർ ഖാൻ, ടീം എ ആക്ട്രസ് അനുമോൾ, ടീം എ നൂറ കോഴിക്കോട്, ടീം ബി അഭിലാഷ്, ടീം ബി സാബുമേ, ടീം ബി ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന വേദലക്ഷ്മി. ടീം ബി ആവശ്യത്തിന് അനാവശ്യത്തിന് സംസാരിക്കുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഡോക്ടർ നിസബാസ്. ടീം ബി ആദില ആലുവ, ടീം ബി ഷാനവാസ് മലപ്പുറം, ടീം ബി അനീഷ്, കോടന്നൂർ മുളവിലെ മഞ്ഞവീട്. 52-ാം ദിവസം വൈകിട്ട് 6:15. ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി മാത്രം പിന്തുടരണമെന്ന് ഒരു ടീമും അതിലെ പഴുതുകളും സാധ്യതകളും മനസ്സിലാക്കി അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതി പിന്തുടരണമെന്ന് എതിർ ടീമും വാദിക്കുക. ഏത് ഓപ്ഷൻ ഏത് ടീമാണ് എടുക്കുന്നതെന്ന് പറയുക. അത് വിധികർത്താവിന്റെ തീരുമാനമാണ്. ആദ്യം സംസാരിക്കുന്ന ടീം എ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി മാത്രം പിന്തുടരണമെന്ന് ടീം എ, പിന്നെ പഴുതുകളും സാധ്യതകളും മനസ്സിലാക്കി അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പിന്തുടരണമെന്ന് ടീം ബിയും. ബിഗ് ബോസ് തരുന്ന ടാസ്ക് ലെറ്റർ ആണ്. ആക്ച്വലി നമ്മളിവിടെയൊക്കെ വന്നത് ബിഗ് ബോസിൽ പ്ലേ ചെയ്യാനാണ്, ഗെയിം കളിക്കാനാണ്. അപ്പോൾ ഇതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. അപ്പോൾ ബിഗ് ബോസ് തരുന്ന ടാസ്ക് ആ ലെറ്ററിൽ തരുന്നത് അതെന്താണോ അത് അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അതിന്റെ ഗെയിം എങ്ങനെ, കാരണം അതിലെ ലൂപ്പ് ഹോൾസ് നമ്മൾ തേടി പോകുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ഫെയർ പ്ലേ വരും, ഒരുമാതിരി ഡേർട്ടി ഗെയിംസ് വരും. അതിനൊരു മറുവാദമുണ്ട്. എന്താന്ന് വെച്ചാല് ശനിയാഴ്ചകളിൽ ലാലേട്ടൻ വന്നിട്ട് പറയുന്നത് ടാസ്കിനെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ലൂപ്പ് ഹോൾ മനസ്സിലാക്കിയിട്ട് അതിനകത്തോട്ട് എങ്ങനെ മറ്റു ഗെയിം കളിക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് ബിഗ് ബോസ് പലതും പറയും. ബിഗ് ബോസിന്റെ എതിരെ കളിക്കാൻ വേണ്ടിയല്ല ഉദ്ദേശിക്കുന്നത്, ബിഗ് ബോസിന്റെ കൂടെ കളിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഷാനവാസ്കോ, നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് പറഞ്ഞാൽ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ ബിഗ് ബോസിന്റെ എതിരെയല്ല, ബിഗ് ബോസിന്റെ കൂടെ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു ടാസ്ക് തരുമ്പം അത് ഓരോരുത്തരും പല രീതിയിലാണ് ചിന്തിച്ച് ലൂപ്പ് ഹോൾ എന്താണുള്ളത് ഓരോ ഇൻഡിവിജ്വൽസ് കണ്ടുപിടിച്ച് കോമ്പറ്റീഷൻ രീതിയിൽ മത്സരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഗെയിം ആയിരിക്കും. ഒരൊറ്റ ഒരു കാര്യം, ഈ ലൂപ്പ് ഹോൾ കണ്ടെത്താൻ പോലും ബുദ്ധിയില്ലാത്തവർക്ക് ഒരേ ഒരു കാര്യമാണ് ആ ടാസ്ക് ലെറ്റർ. അത് നോക്കി അങ്ങനെ കളിക്കാം. ലൂപ്പ് ഹോൾ കണ്ടെത്താൻ സാധിക്കാത്തവരുടെ അടുത്ത് ദയവ് ഇത് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ലൂപ്പ് ഹോൾ കണ്ടെത്തി കളിക്കുന്നവരോട് മത്സരിക്കാതിരിക്കുക. ലൂപ്പ് ഹോൾ എങ്ങനെ പറ്റും? ഇപ്പൊ ഒരാളുടെ കൈ കടിച്ചു ടാസ്കിനിടയിൽ, ആ ലൂപ്പ് ഹോൾ ആണ് അതൊക്കെ. ലൂപ്പ് ഹോൾ എന്താണ് അക്ബറിന് അറിയത്തില്ലെങ്കിൽ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. ലൂപ്പ് ഹോൾ നമ്മൾ ടാസ്ക് ഫുള്ള് വായിച്ചു കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ഓരോ വ്യക്തികൾ സ്മാർട്ടായിട്ട് ചിന്തിച്ച് ചെയ്യുന്നതാണ്. അത് ഫിസിക്കൽ ടാസ്കുമായിട്ട് കമ്പയർ ചെയ്യരുത്. ലൂപ്പ് ഹോൾ നോക്കാതെ മണ്ടത്തരം പറ്റിയ ചരിത്രം എനിക്കും നൂറയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അന്ന് 700 പോയിന്റിന്റെ ഫാമിലിയുടെ ഞങ്ങളുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതില് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രോപ്പർ ആയിട്ട് വായിച്ചു ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നമാണ്. ഈ ഒരു ആർഗ്യുമെന്റിന്റെ
പുറത്ത് തന്നെ വെച്ചുകൊണ്ട് ഞാൻ മറ്റൊരു ആർഗ്യുമെന്റും കൂടെ വെക്കുകയാണ്. 1000 പോയിന്റ് ബിഗ് ബോസ് തന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഹെയർ കട്ട് ചെയ്യാൻ. അതിന്റെ ലൂപ്പ് ഹോൾ എന്നൊരു സാധ്യത കണ്ടെത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ 1000 പോയിന്റുമായിട്ട് നിനക്ക് വരാമായിരുന്നു. അത് വെറും ടാസ്ക്, അതിന് മറ്റൊരു വശം കണ്ടെത്താമായിരുന്നു. അതാണ് ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്. ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇന്നത്തെ ടാസ്കിൽ തന്നെ എന്ത് ലൂപ്പ് ഹോളാണ് മിസ്റ്റർ സാബുമാൻ കണ്ടെത്തിയത്? ആൻസർ ഉണ്ടോ? നിങ്ങൾക്ക് ആൻസർ ഇല്ല. കാരണം ഏറ്റവും വലിയ പറ്റേ നിങ്ങൾ അത് വെറും ടാസ്ക് മാത്രം വായിച്ചിട്ട് ഛർദ്ദിച്ചൊരു ഗെയിം ആയിരുന്നു ഇന്നലെയും ഇന്നും നടന്നൊരു ഗെയിം. ഞാൻ പറയും, മനസ്സിലായില്ലേ? ബിഗ് ബോസ് ഒരു ടാസ്ക് തരുമ്പോ അത് വ്യക്തമായിട്ട് എന്തൊക്കെയാ ഫോളോ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാവരും അത് മാത്രം ഫോളോ ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ കളി ഇൻട്രസ്റ്റിംഗ് ആവത്തില്ല. ലൂപ്പ് ഹോൾ എന്താന്ന് കണ്ടുപിടിച്ചാൽ കളി സ്മാർട്ട് ആയിട്ട് പല രീതിയിൽ മാറ്റിമറിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ഹോട്ടൽ ടാസ്ക് വന്നപ്പം ആദിലേക്ക് കിട്ടിയ ആ പവർ ഉണ്ടല്ലോ, എക്സ്ട്രാ പവർ വെച്ചിട്ട് അവൾ അതിന്റെ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇവളെ ഡമ്മിയാക്കി കളി മാറ്റി. പറഞ്ഞ പോലെ ബിഗ് ബോസ് സീസൺ 5 വിന്നർ അഖിൽ മറാർ തന്നെ വന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ ടാസ്ക് 1-2 പ്രാവശ്യം വായിച്ചാൽ ലൂപ്പ് ഹോൾ ടാസ്ക് തന്നെ ഉണ്ട്. അവരുണ്ടാക്കിയ ലൂപ്പോളല്ല, ടാസ്ക് ലെറ്ററിൽ തന്നെ എല്ലാ ആൻസറും ഉണ്ട്. ലൂപ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ടാസ്ക് ലെറ്റർ ഫോളോ ചെയ്താൽ ലൂപ്പോളിന്റെ ആവശ്യമില്ല. സോ ഇതിനകത്ത് രണ്ട് ടീംസും നന്നായിട്ട് സംസാരിച്ചു. ഓരോ ടീം എയും ടീം ബിയും നന്നായിട്ട് സംസാരിച്ചു. ഇതിനകത്ത് ഒരു ഡിഫക്റ്റ് ഈ ടീമിലുള്ളത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൂടുതൽ നേരം അക്ബറാണ് സംസാരിച്ചത്. ഇവർ പറഞ്ഞ പോയിന്റ്സിനൊക്കെ നിങ്ങൾ കൗണ്ടർ ചെയ്തു. ഇപ്പം ഞാൻ പരമാവധി എല്ലാവർക്കും ഒരു സ്പേസ് തന്നു സംസാരിക്കാൻ വേണ്ടി. ഒരു പോയിന്റ് നിങ്ങൾക്ക് നെഗറ്റീവ് ആയത് കൺസീഡ് ചെയ്തു ആര്യൻ. ഈ പറഞ്ഞ നെവിൻ ഒരു ചോദ്യം ചോദിച്ചില്ല, നെഗറ്റീവ് ആണ്, ചോദ്യം ചോദിക്കാൻ പാടില്ല ഒരു ഡിബേറ്റിൽ. അപ്പൊ അത് അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് മാത്രം എനിക്ക് ഈ ടീമിന് കൊടുക്കേണ്ടി വരും ഈ ഒരു ഡിബേറ്റ്. പക്ഷെ രണ്ടുപേരും പിന്നെ അടുത്തത് പറഞ്ഞ ഞാൻ നോക്കേണ്ട കാര്യം പറഞ്ഞാൽ അല്ല ഒരു മിനിറ്റ് ഇതിനകത്ത് ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. പിന്നെ ഒപ്പീനിയൻസ് കൺസിഡർ ചെയ്യൂല. 52-ാം ദിവസം വൈകിട്ട് 6:40. ഒരു ടാസ്ക് നൽകിയാൽ അത് വിജയകരമായി പൂർത്തിയാക്കാൻ അവരെക്കാൾ കൂടുതൽ ആ ടാസ്ക് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ വീട്ടിലുള്ളതെന്ന് ഒരു ടീമും അല്ലെന്ന് എതിർ ടീമും വാദിക്കുക. ഒരു ടാസ്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നശിപ്പിക്കണം എന്ന് നോക്കുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ടീം. അതിൽ സ്പെഷ്യലായിട്ട് അക്ബറിനെ എടുക്കുകയാണെങ്കിൽ ഓരോ ടാസ്കിലും അക്ബർ എടുക്കുന്ന നിലപാടുകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇന്നത്തെ ടാസ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ടാസ്കിനെ തകിടം മറിക്കുന്ന രീതിയിലാണ് അക്ബറിന്റെ പ്ലേ നടന്നത്. അതുപോലെ തന്നെ ഫാക്ടറി ടാസ്കിലും കളിച്ച രീതി എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത കാരണങ്ങൾ കൊണ്ട് ടാസ്കിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അക്ബറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇന്നത്തെ ടാസ്കില് ഞങ്ങൾ ലൂപ്പ് ഹോൾ തേടിപ്പോയി. കാരണം ആ തുണികൾ മാറ്റി വെക്കുക, മറ്റു കാര്യങ്ങൾ, അതായത് പൂർണ്ണമായിട്ടും ആ ബോട്ടിൽ തുടക്കണം, അതിനൊരു ടവല് വേണം. ആ ടവല് ബിഗ് ബോസ് നൽകിയ ടവല് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ടാസ്കിൽ നിന്നുകൊണ്ട് അത് ഞാൻ മാറ്റി. അത് ഞങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾ ടാസ്ക് നശിപ്പിക്കാൻ ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി അതിൽ ലൂപ്പ് ഹോൾ തേടി പോവുകയാണ്. ബോട്ടിലിംഗ് ഏജൻസികൾ അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിക്കൂടാ എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും പർപ്പസ്ലി അക്ബർ ആയിക്കോട്ടെ ബാക്കിയുള്ളവരായിക്കോട്ടെ അതിലേക്ക് ഇന്റർഫിയർ ചെയ്ത് ആകെ ജഗബൊകയാക്കി കൊളവാക്കുകയാണ് ചെയ്തത്. ഇന്ന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ അനുമോൾ ചെയ്ത ഡിസിഷനിൽ ഞാൻ ഇന്ന് 2 കോയിൻ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു, 2 ബോട്ടിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ അത് ഇല്ലാത്താക്കി പറഞ്ഞപ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് കൂടുതലൊന്നും വേണ്ട. സെക്കൻഡ് റൗണ്ട് തുടങ്ങിയപ്പം ആര്യനും നൂറേയും കൂടെ രണ്ടുപേരും കൽപ്പിച്ച് മനസ്സിലായില്ല, ഉള്ള ബോട്ടിൽസ് എല്ലാം ചളുക്കി. അതിന്റെ കൂടെ ലാസ്റ്റ് ബിഗ് ബോസിന്റെ റൂൾ കൊണ്ടുവരേണ്ടി ചളുക്കിയാലും കുഴപ്പമില്ല, മനസ്സിലായി, ഡേർട്ടി ആയിട്ട് ഇരിക്കാതിരുന്നാൽ മതി. അപ്പൊ അതിൽ തന്നെ ഉണ്ട്. ബിഗ് ബോസ് അങ്ങനെ ചെയ്യരുതെന്നൊന്നും പറഞ്ഞില്ല.
കളി നശിപ്പിച്ചു നിങ്ങൾ. അങ്ങനെ